ലഭ്യ പറയാം. ഊട്ടിയില് ചങ്ങായി ഏത് ഈ സ്ഥലം? ഇത് ഞാനേ കഴിഞ്ഞ പ്രാവശ്യം ഒരു തുണക്കാരുണ്ട് ഷാദിയിലല്ല, സിനാന് അല്ല യാസീന പറയും. ഞങ്ങൾ ഓന് ഊട്ടി കാണണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കരച്ചില്ലേ കുറെ കാലം. ഓൻ ഊട്ടി പോയിട്ടേ അല്ല. അപ്പോൾ ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ പോന്നു. അപ്പോൾ എനിക്ക് എല്ലാ ഒരു ദിവസം കാണിച്ചു കൊടുത്താണ് പൈൻ ഫോറസ്റ്റും സൂയിസൈഡ് പോയിന്റും മൊത്തത്തിൽ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ പറഞ്ഞു ഇവിടെ ഒരു ഓഫ് റോഡിന്റെ ട്രാക്ക് പോലെ. അന്ന് റോഡ് ഇത്ര ഒന്നും ക്ലിയർ അല്ല. ആ സമയത്ത് ഇത് വരുമ്പോൾ ഈ പുൽമേടുകൾ ഫുള്ള് പച്ചപ്പായി, ഈ കുന്ന് ഫുള്ള് പച്ച, കംപ്ലീറ്റ് പച്ച. ഇപ്പൊ ഇവിടുത്തെ ഒരു വ്യൂ ആയി നോക്ക്, ഒരു മനുഷ്യത് കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടില് നല്ല കേരളത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. സത്യമാണ്. കാരണം എന്താ സ്ഥലം, എമ്മാരി വ്യൂ പോയിന്റ്. മുട്ടക്കുന്ന് എന്നൊക്കെ പറഞ്ഞാല് കിലോമീറ്ററുകളോളം പരന്ന് കിടക്കും മുട്ടക്കുന്ന്. അത് ഇത്ര ചൂടിലും ഇവിടുത്തെ പുല്ലൊക്കെ നോക്കി നല്ല പച്ചപ്പില്ല പുല്ല്. ഏതായാലും ഊട്ടിയിൽ തൊട്ടടുത്താണ് ഈ സ്ഥലം കിടക്കുന്നത്. ഹിഡൻ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഈ വീഡിയോ ഫുള്ള് കണ്ടാലേ നമ്മള് ഈ ലൊക്കേഷൻ പറഞ്ഞു തരുള്ളൂ. നിങ്ങൾ നല്ല പാൽക്കമ്പ കഴിച്ചു കൊടുക്കാണ്. ഇതിന്റെ ഓരോ ഗ്യാപ്പിലും വെള്ളത്തടാകങ്ങളുണ്ട്. വെള്ളങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതായത് ഓരോ കൃഷിക്ക് വേണ്ടത് അവൻ ഉണ്ടാക്കി വെച്ച പോലെ ഓരോ ഗ്യാപ്പില് ഇഷ്ടം പോലെ തണ്ണീർത്തടങ്ങളുണ്ട്, ഭംഗിയുള്ളത്. കാണിച്ചു തരാം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണണം, ഇതിന്റെ ബാക്കിൽ നിന്ന് കാണാം. പിന്നെ താഴത്തൊക്കെ ഫുള്ള് കൃഷിയാണ്. ക്യാരറ്റാണ് കാര്യമായിട്ട് ഇവിടെ വന്നാണ്ട്. ഇത് നമ്മൾ പ്രത്യേകം പറയണം, ഈ പാൽക്കമ്പത്ത് എന്തുമ്പോ കിട്ടുന്ന പോലെ ഒരു ഫീല്, അതൊരു പ്രത്യേക ഫീലാണ്. അവിടെ കണ്ണാണ്ടുകൾ കാട്ടുതീ അവിടെ കണ്ടോ, കാട്ടുതീയാണ്. വീരപ്പന്റെ കാടാണെ പോണൊക്കെ. വീരപ്പന്റെ സത്യമംഗലല്ലടാ. വീരപ്പൻ എല്ലാം കൊടുത്തുണ്ടേ ഓന്തിലൊക്കെ വന്നു. അവരോട് പറയാതെ നെക്സ്റ്റ് വന്നു. അത് പിടിക്കപ്പെട്ടിട്ടില്ല. ഊട്ടിയില് സ്ഥലം കറക്റ്റ് പേര് പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഈ എന്തപ്പോ പൈൻ ഫോറസ്റ്റിന്റെ ഒക്കെ തൊട്ടടുത്താണ് ഈ സ്ഥലം വരുന്നത്. സ്ഥലം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോക്കി. 360 ഡിഗ്രിയില് സൂപ്പർ വ്യൂ പോയിന്റ്. ഇത് 1-2 വ്യൂ പോയിന്റ് അല്ല, പോയിന്റോട് വ്യൂ പോയിന്റ് ഫുൾ എവിടെ നോക്കിയാലും വൈബാണ്. അതായത് ഇവിടുന്ന് ഇനി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ എത്രത്തോളം വ്യൂ ഉണ്ട്. അതായത് ഒരു 4 മാസം മുന്നേ വരുമ്പോൾ വരെ ഫുള്ള് പച്ചയായിരുന്നത്. ഈ കുന്നുകളും കംപ്ലീറ്റ് പച്ച കെട്ടായി കിടക്കായിരുന്നു. ഇപ്പോൾ ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ ഒരു മാസമായതുകൊണ്ട് മഞ്ഞ് പെയ്യണോണ്ടാണ് ഇപ്പോൾ കരിഞ്ഞു പോയത് ഈ പുല്ലും കാര്യങ്ങളൊക്കെ. എന്താ പറയാ, അടിപൊളി വ്യൂ പോയിന്റ്. ഈ 2 ഭാഗത്തും ഡാമിന്റെ റിസർവയറിന്റെ ചെറിയ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ തൊട്ടടുത്ത് തന്നെ കൃഷിയും കാര്യങ്ങളും, ക്യാരറ്റും മറ്റേതും മറിച്ചൊക്കെ ആയിക്കാണ്ട് കുറേ കൃഷിയുണ്ട്. എന്തായാലും ഊട്ടിയിൽ വരുന്ന ആൾക്കാരെ 99.9% എത്തിപ്പെടാത്തൊരു ഏരിയയാണിത്. കാരണം എത്ര ആളതിൽ കേറേണ്ട സമയം ഇവിടൊക്കെ ജനങ്ങൾ വന്ന് നിറയും. കാരണം അത്രയും നല്ല അടിപൊളി സ്ഥലമാണ്. ഒരു പൊട്ട് പ്ലാസ്റ്റിക് കൂടെ ഓടി കാണാല്ല. അതിന്റെ അർത്ഥം ഒരാൾ ഇവിടെ എത്തിയില്ല ഒരു അംശം പോലും ഇവിടെ അല്ല. അപ്പൊ ആരും ഇവിടെ വരുന്നിട്ടില്ല. ഇവിടുത്തെ സൺസെറ്റ് കാട്ടിത്തരണമെങ്കിൽ സൺസെറ്റ് ആണിത്. എന്തൊരു രസമുള്ള സൺസെറ്റ് ആണെന്നറിയോ. മലമടക്കലിന്റെ അടിക്ക് ആ സൂര്യൻ ഇങ്ങനെ കടലില് സൂര്യൻ ഇറങ്ങി പോണ പോലെ മലമ്പൊക്കെ സൂര്യൻ ഇറങ്ങി പോണ ഒരു വ്യൂ. ഒരു രക്ഷയില്ല, ഒന്നും പറയാല്ല. ഊട്ടിയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾ തന്നെ അറിയണത് ഒരു 3-4 മാസം മുമ്പാണ്. പക്ഷെ അന്ന് വന്ന സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയത്. എന്തായാലും അടിപൊളി സ്ഥലം. പിന്നെ എന്താ ഇതിനെ കുറിച്ച് പറയല്ലേ ലവ്യേ? ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാല് വരുമ്പോ നമ്മളുടെ ഇതേപോലെ വൃത്തിയായി കിടക്കാൻ കണ്ടുള്ള ഐറ്റംസ് ആയിട്ട് വരിക. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരും, ഫുഡ് കഴിക്കും. കുട്ടികളെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വലിച്ചെറിയാണ്ടാവും. അത് ഇവിടെ തന്നെ എറിയും. പിന്നെ സൂക്ഷിക്കാനൊരു ബാഗ് കാര്യങ്ങളൊന്നും ആരും കാണൂല.